നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അലർജി. തുമ്മൽ, മൂക്കൊലിപ്പ്, ചൊറിച്ചിൽ, ശ്വാസമുട്ട് എന്നിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അലർജി കാരണം പലരും അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതൊരു വലിയ അസുഖമായി നിങ്ങൾ കണക്കാക്കില്ലെങ്കിലും ദൈനംദിന ജീവിതത്തിൽ ഇത് വല്ലാതെ ബാധിക്കാറുണ്ട്. എന്താണ് ഈ അലർജി? ഇത് എങ്ങനെയാണ് വരുന്നത്? എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. എന്താണ് അലർജി എന്ന് ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം സാധാരണഗതിയിൽ അപകടകരമല്ലാത്ത ചില വസ്തുക്കളോട് അമിതമായി പ്രതികരിക്കുന്ന അവസ്ഥയാണ്. ഈ വസ്തുക്കളെ നമ്മൾ അലർജനുകൾ എന്ന് പറയുന്നു. ഉദാഹരണത്തിന് പൂമ്പൊടി, പൊടി, ചില ഭക്ഷണങ്ങൾ എന്നിവയൊന്നും മിക്ക ആളുകൾക്കും പ്രശ്നമല്ല. എന്നാൽ അലർജി ഉള്ളവരുടെ ശരീരത്തിൽ ഇവ കടന്നാൽ ശരീരം ഇതിനെ ഒരു ശത്രുവായി കണ്ട് ശക്തമായി പ്രതികരിക്കുന്നു. വീടിനകത്തും പുറത്തുമുള്ള പൊടി, പഴയ പുസ്തകങ്ങൾ, ബെഡ്ഷീറ്റുകൾ, സൂക്ഷ്മജീവികൾ എന്നിവ അലർജിക്ക് കാരണമാവാം. ചില ചെടികളുടെ പൂമ്പൊടി, പ്രത്യേകിച്ച് ചില കാലാവസ്ഥകളിൽ അലർജിക്ക് കാരണമാവാം. പൂച്ച, നായ തുടങ്ങിയ വളർത്തുമൃഗങ്ങളുടെ രോമം, തൊലിയിലെ നേരിയ പൊടികൾ ഇവയും അലർജിക്ക് കാരണമാവാം. പാൽ, മുട്ട, ചെമ്മീൻ, കക്ക പോലുള്ള മീനുകൾ, കപ്പലണ്ടി, ഗോതമ്പ്, സോയ തുടങ്ങിയവ ചിലർക്ക് അലർജിക്ക് കാരണമാവാം. തേനീച്ച, കടന്തൽ തുടങ്ങിയവയുടെ കുത്തും ചിലർക്ക് അലർജി ഉണ്ടാക്കാം. ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പൂപ്പലുകൾ, ചില കയ്യുറകൾ, ബലൂണുകളിൽ ഉപയോഗിക്കുന്ന ലാറ്റക്സ് എന്നിവയും ചിലർക്ക് അലർജിക്ക് കാരണമാവാം. തുടർച്ചയായ തുമ്മൽ, മൂക്കൊലിപ്പ് അല്ലെങ്കിൽ മൂക്കടപ്പ്, മൂക്കിലും കണ്ണിലും തൊണ്ടയിലും ചൊറിച്ചിൽ, കണ്ണിൽ നിന്ന് വെള്ളം വരിക, ചുമ, ചൊറിച്ചിൽ, ചുവന്ന തടിപ്പുകൾ, വീക്കം, ചിലരിൽ എക്സിമ പോലുള്ള അവസ്ഥകളും ഉണ്ടാകാം. വയറുവേദന, ഓക്കാനം, ഛർദി, വയറിളക്കം എന്നിവ ഭക്ഷണം കഴിച്ചുള്ള അലർജിയുടെ ലക്ഷണങ്ങളാണ്. അലർജി ഉണ്ടാക്കാൻ കാരണമാകുന്ന വസ്തുക്കളെ കണ്ട് തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ആരോഗ്യമുള്ള ആഹാരം കഴിക്കുക, വ്യായാമം ചെയ്യുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, ആവശ്യത്തിന് ഉറങ്ങുക എന്നിവയെല്ലാം ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.